നമസ്കാരം, ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. ജനകീയ സമരസമിതിയാണ് സംഘടനയുടെ ജനറൽ നടത്തിയ ബഷീറാണ് ആശംസിച്ചു. ദേശീയ നമ്മുടെ ഈ ഒരു പ്രശ്നം വിളിക്കുന്നത് നമ്മുടെ NHR നാഷണൽ ഹൈവേ 66 നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പുതുവ നിയോജക മണ്ഡലത്തിൽ ചേരുമ്പ എന്ന പ്രദേശത്ത് വലിയ കോൺക്രീറ്റ് മതിൽ വരുന്നുണ്ട്. ഈ മതിൽ കാരണം റോഡിന്റെ ഇരുവശങ്ങളിലായി നമുക്ക് സഞ്ചാരപാത നിഷേധിക്കപ്പെടുകയാണ്. റോഡിന് നമ്മൾ ഇവിടെ അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യച്ചങ്ങല കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം കൊടുത്ത് നിരവധി സമര പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് നിവേദനം കൊടുത്തു. ഇതുവരെ നടപടി ഇല്ലാത്ത നിലയിലാണ് നാളെ 29-ാം തീയതി 10 മണി മുതൽ 3 മണി വരെ പേട്ടക്കടുത്തുള്ള NH66 റീജിയണൽ ഓഫീസിൽ ഉദ്ഘാടനം നടത്തുന്നത്. നിങ്ങളുടെ അവകാശമാണ്. നമുക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലായി ഉദുമ സയൻസ് കോളേജ്, ഒരു വശത്ത് പടിഞ്ഞാറ് വശത്ത് സയൻസ് കോളേജ്, ഉദുമ സയൻസ് കോളേജ്, അതുപോലെ അവിടെ മദ്രസ 550 കുട്ടികൾക്ക് മദ്രസ ഉണ്ട്. അതുപോലെ വലിയ പള്ളി ജുമാ മസ്ജിദ് ഉണ്ട്, വിഷ്ണു ആ ക്ഷേത്രമുണ്ട്, റേഷൻ കാർഡ്, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്. എതിർവശത്തുള്ളത് 750ഓളം കുടുംബം താമസിക്കുന്ന പട്ടികവർഗ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുടുംബം താമസിക്കുന്ന ഊര്. അതുപോലെ അവിടെ വായനശാലയുണ്ട്, അവിടെ ആയമ്പാറ നേഴ്സിംഗ് കോളേജ് ഉണ്ട്, ആയമ്പാറ UP സ്കൂളുണ്ട്, വായനശാലയുണ്ട്. ഇതൊക്കെ ഇവരുടെ ഏകദേശം 2000 കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. ഇവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ഒരു വഴി ഈ NH66 കൂടുതൽ തടസ്സപ്പെടുകയാണ്. ഇതിനെതിരെയാണ് നമ്മൾ ഒരു സമരം പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അവകാശമാണ് അണ്ടർപാസ് റോഡിന്റെ 2 വർഷത്തെ കുട്ടികൾ കോളേജിൽ പോകണമെങ്കിൽ ഇവിടെ വന്ന് 1 കിലോമീറ്റർ പോയി അവിടെ യൂട്ടെടുത്ത് വീണ്ടും വരണം. ഈ ഹൈവേയിൽ എത്താൻ തന്നെ 3 കിലോമീറ്റർ ഈ ഊരിൽ നിന്നൊക്കെ ഊരുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഊരുണ്ടതാണ് കുടുംബത്താണ്. അവിടുന്ന് ഹൈവേയിൽ എത്തുന്നതിന് 2-3 കിലോമീറ്റർ ഉണ്ട്. ഈ 3 കിലോമീറ്റർ നടന്നിട്ട് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, 1 കിലോമീറ്റർ കുറച്ച് യൂട്ടിലേക്ക് പോകണം. ഇത് ശരിക്കും അശാസ്ത്രീയപരമായിട്ട് നിർമ്മാണമാണ്. ഇതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. നമ്മുടെ വികസനത്തിനെതിരല്ല, വികസന രാജ്യത്തിന്റെ ആവശ്യമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ അശാസ്ത്രീയമായ നിർമ്മാണ രീതിക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമുക്ക് ജനങ്ങൾക്കൊരു അവകാശമുണ്ടല്ലോ, അല്ലേ? ഇതിപ്പോ ഈ അവരുടെ മേഘ കൺസ്ട്രക്ഷൻ ഗുണ്ടാട്ടീനെ പ്രധാന തീരുമാനമുണ്ട്. നമ്മളോട് പറയാണ് പിടിച്ചമർത്തും, പോലീസിനെ കൊണ്ടും കേസാക്കും. നമ്മൾ ജനങ്ങളല്ലേ, നമുക്ക് അവകാശങ്ങളില്ലേ? നമ്മൾ ഇത്രയും കാലം ജീവിച്ച സ്ഥലമല്ലത്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നിട്ട് മതിൽ കെട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത്തരം വിഷയങ്ങളിലാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നാളെ ഇവിടെ ധർമ്മം നടക്കുന്നത്. ഇനി നമ്മൾ ഈ നേടിയെടുക്കുന്നത് ശക്തം ഏതറ്റം വരെ പോകണമെങ്കിൽ നമ്മുടെ അവകാശമാണ്. മരണം വരെ നമ്മൾ നിരാഹാര സമരത്തിൽ അതിന് മുന്നോട്ട് 1 ഇഞ്ച് നേടിയെടുക്കുന്നത് നമ്മൾ പുറകോട്ടില്ല. സന്ദർഭത്തിൽ ചേർന്നാണ് കാര്യങ്ങൾ. നമസ്കാരം, എൻ്റെ പേര് M. നസ്ല, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ഈ സമരം വിജയിപ്പിക്കേണ്ടത് ഇതിൻ്റെ ആവശ്യകതയാണ്. ഒരുപാട് ജനങ്ങൾ ഇതുമൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ. നമുക്കറിയാം, ഏതൊരു പൗരനും അന്തസ്സോടെ ജീവിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ വികസനങ്ങൾ നമുക്ക് ആവശ്യമാണ്. നാം അതിനെ എതിർക്കുന്നില്ല. അപ്പോൾ നാളെ നടക്കുന്ന, അതായത് നാളെ വിൻസെന്റ് MLA അവർ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ തീർച്ചയായിട്ടും ഈ സമര പരിപാടി വിജയിപ്പിക്കാൻ
മീഡിയയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ചെയർമാൻ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. NH66 ജനകീയ സമരസമിതിയുടെ നാളത്തെ ധർണ സംബന്ധിച്ചാണ് ഇന്നലെ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് പറയാമെങ്കിൽ 2000-ഓളം വരുന്ന കുടുംബക്കാർക്ക് അവരുടെ സൗകര്യാർത്ഥം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എല്ലാ സമുദായക്കാരും രാഷ്ട്രീയ ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരുടെയും സംയുക്തമായ ഒരു സമരസമിതിയാണ് നാളെ പേട്ട NH66 റീജിയണൽ ഓഫീസിന്റെ മുന്നിൽ ഒരു ജനകീയ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് 2-2.5 വർഷക്കാലമായി ഒരുപാട് സമര പരിപാടികൾ ആസൂത്രണം ചെയ്തു. അധികാരികൾ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഒരു അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗ രാഷ്ട്രീയക്കാരും മതവിഭാഗക്കാരും സാമൂഹിക സാംസ്കാരിക രംഗത്തും മനുഷ്യാവകാശ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രബുദ്ധരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് ഇത് സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് കൊണ്ട് സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ന്യായമായ ധർണയാണ്. ആ പരിപാടി നാളെ രാവിലെ 10:30 NH66 റീജിയണൽ ഓഫീസ് നമ്മുടെ പേട്ടയ്ക്ക് സമീപമുള്ള ഇവിടെ അതിന്റെ റീജിയണൽ ഓഫീസിൽ വെച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര MLA അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ മഹനീയ ധർണയിൽ ആ യോഗത്തിൽ ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക മനുഷ്യാവകാശ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രബുദ്ധരും പ്രധാനപ്പെട്ടവരുമായവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായവും സഹകരണവും ഇത് ജനങ്ങളിൽ ലോകം അറിയണം. ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് ജനകീയ സമരസമിതി 2.5 വർഷക്കാലം ശക്തമായ സമര പരിപാടികൾ നടത്തിയിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അനുകൂലമായ നിലപാടുകളോ മറുപടിയോ കിട്ടാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ ഇതൊരു സൂചനയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നീതി ലഭിക്കാതെ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ സമര പരിപാടികൾ വീണ്ടും തുടർന്നു പോകുവാനാണ് സമരസമിതി ആലോചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഇവിടെ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഈ സമരം തുടർന്നു പോകുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും മാക്സിമം മീഡിയ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഏറെ വിനയ സ്വരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എന്റെ ഈ ചെറിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. സോറി, സോറി, ബോള MLA ആണ്. കാസർഗോഡ് MLA ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് സാമൂഹിക രംഗത്തുള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ പേര് ആഷിഖ് എന്നാണ്. ഞാനൊരു മനുഷ്യാവകാശ ആഷിഖ് മനുഷ്യാവകാശ NGO മനുഷ്യാവകാശ സംഘടനയുടെ ദേശീയ ചെയർമാനാണ്. ഇത് നസ്ല പൊതുപ്രവർത്തക, മനുഷ്യാവകാശ പ്രവർത്തക, ഇന്റർനാഷണൽ ഏറ്റവും നല്ല പൊതുപ്രവർത്തക അവാർഡ് ജേതാവ് ബഷീർ സമരസമിതിയുടെ കൺവീനർ, ജനറൽ കൺവീനറാണ്. സമിതിയുടെ കമ്മിറ്റി അംഗമാണ്. ഇതിനേക്കാൾ എങ്ങനെ സപ്പോർട്ട് നോക്കുവാണ്. നമ്മുടെ സപ്പോർട്ട് നമ്മൾ കാര്യങ്ങൾ നേരിടാൻ പറ്റുന്നു. ശരി, ഓക്കെ, താങ്ക് യു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി,
നമസ്കാരം.